നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ചരിത്രാതീത കാലം മുതൽക്കേ അപരിഷ്കൃതരും അജ്ഞരുമായ മനുഷ്യസമൂഹം തങ്ങളെ ഭീതിപ്പെടുത്തുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും അതുപോലെ തന്നെ ആദരണീയരായ വ്യക്തികളെയും ആരാധിക്കുവാൻ തുടങ്ങിയിരുന്നു. ഈ ആരാധനാ പ്രവണതയാണ് പച്ചയായ മനുഷ്യരെ മഹത്വവൽക്കരിച്ചും വിശുദ്ധവൽക്കരിച്ചും ദൈവിക സ്ഥാനത്തേക്ക് ഉയർത്തിയത്. ദൈവങ്ങളുടെ അനിഷേധ്യമായ അസ്തിത്വത്തിന് ഐതിഹ്യങ്ങളുടെ പിൻബലം കൂടിയേ തീരൂ. അങ്ങനെ ഭാവനാധനനായ മനുഷ്യർ അമ്പരപ്പിക്കുന്ന ഐതിഹ്യങ്ങളും കെട്ടുകഥകളും മെനഞ്ഞെടുത്ത് തലമുറകൾ തോറും കൈമാറി. ഒരു തലമുറയിൽ നിന്നും പുതിയൊരു തലമുറയിലേക്ക് കൈമാറുമ്പോൾ തങ്ങളുടേതായ പൊടിപ്പും തൊങ്ങലും പർവ്വതീകരണവും അതിഭാവുകത്വവും എല്ലാം അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ ഉണ്ടാകുന്ന അയുക്തികരമായ ഐതിഹ്യ വികാരങ്ങളാണ് പലപ്പോഴും ചരിത്ര വികാസനത്തിനും ശാസ്ത്രീയ കണ്ടെത്തലുകൾക്കും വിഘാതം സൃഷ്ടിക്കുന്നത്. പക്ഷെ അതെല്ലാം ഒരിക്കൽ കാലം പൊളിച്ചെഴുതും. ആ ഒരു അനിവാര്യതയുടെ സങ്കീർണമായ കഥയാണ് ശബരിമലയ്ക്ക് പറയാനുള്ളത്. ശബരിമലയിലെ വിവിധ ഐതിഹ്യ സംഭവ വിവരണങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചു കേൾക്കുന്ന പൊരുത്തക്കേടുകൾ ഐതിഹ്യത്തിന്റെ വിശ്വാസ്യതയെയാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. ഐതിഹ്യങ്ങൾ അതേപടി ശരിയാകണമെന്നില്ല, ശരിയായവയെല്ലാം ഐതിഹ്യങ്ങളാകണമെന്നുമില്ല. കെട്ടുകഥകളിലെയും ഐതിഹ്യങ്ങളിലെയും യുക്തിവിശകലനം ഒരു പാഴ്വേലയാണെങ്കിലും ചൂഷണത്തിന് ഐതിഹ്യത്തെ മറയാക്കുന്ന ദുഷ്ടലാക്കിനെ ഉന്മൂലനം ചെയ്യാൻ പ്രബുദ്ധവൽക്കരണാർത്ഥം യുക്തിവിശകലനം നടത്തിയാൽ അതിൽ അപാകതയുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ശ്രീജിത്ത് പെരുമനയുടെ പോസ്റ്റ്. ശബരിമല കേസിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം എന്തൊക്കെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് ടീംസിന്റെ പെർഫോമൻസുകൾ? ശബരിമല പൂട്ടാൻ ഉത്തരവിട്ടുകൊണ്ടുവരെ അയ്യപ്പനെ സംരക്ഷിക്കാൻ നിലകൊണ്ട ദൈവതുല്യന്റെ വിഗ്രഹത്തിലെ ചെമ്പ് നന്നായിട്ട് തെളിഞ്ഞു വരികയാണ് എന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവും. താന്ത്രിക വിദ്യയും ആചാരങ്ങളും പറഞ്ഞുകൊണ്ട് ക്ഷേത്രക്കൊള്ളയും ഹിന്ദുക്കളുടെ ഇടയിൽ കാലാകാലങ്ങളായി ജാതി വിവേചനം നിലനിർത്തുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ചില തന്ത്രിമാർ. കേരളത്തിൽ നടമാടുന്ന അശാസ്ത്രീയമായ താന്ത്രിക വ്യവസ്ഥയ്ക്കനുസരിച്ച് കള്ളച്ചരിത്രവും വിശ്വാസരീതികളും ആചാരങ്ങളും മെനയുകയും അത് കോടാനുകോടി ഭക്തരെ ചരിത്രത്തിൽ ഉടനീളം വിശ്വസിപ്പിച്ച് ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിൽ തന്ത്രിമാർക്കുള്ള പങ്ക് ഹിന്ദു സമൂഹം ഇനിയെങ്കിലും വിസ്മരിക്കരുത്. താന്ത്രിക വിദ്യയ്ക്ക് ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല. ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമായി ജാതി അധീശ ശക്തികളായ തന്ത്രിമാരും സ്പെഷ്യൽ പോറ്റിമാരും വളർത്തിയെടുത്ത അന്ധവിശ്വാസങ്ങൾ ഇനിയും കേരളത്തിൽ വെച്ചുപുറപ്പിക്കാൻ ആകില്ല. ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രി അറിയാതെ അവിടെ നിന്നും 1 ഗ്രാം സ്വർണം പോലും കൊള്ളയടിക്കാൻ സാധ്യമല്ല എന്ന് ഈ കൊള്ളയുടെ വാർത്ത വന്ന അന്ന് തന്നെ ചർച്ചയിൽ പറഞ്ഞുവെച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേവസ്വം ക്ഷേത്രങ്ങളിൽ തന്ത്രിമാർ കൊള്ളകൾ നടത്തുന്നത് ഇനിയും പുറത്തു വരാനിരിക്കുന്നു. ശബരിമലയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യങ്ങളെയെല്ലാം കൊഞ്ഞനം കുത്തുന്ന തന്ത്രി കുടുംബത്തെ ഇനിയെങ്കിലും തിരിച്ചറിയുക എന്നാണ് ശ്രീജിത്ത് പെരുമന പറയുന്നത്. ശബരിമലയിലെ താന്ത്രികാവകാശം പരശുരാമൻ തങ്ങൾക്ക് കൈമാറിയതാണ് എന്ന തന്ത്രി കുടുംബത്തിന്റെ ഉട്ടോപ്യൻ വാദം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഭക്തരാണ് നാഗസാക്കിയിൽ വീണ ഗർഭം കലക്കിയേക്കാൾ വലിയ അശ്ലീലം. അയ്യപ്പന്റെ ജനനവും പന്തളം രാജ്യത്തിന്റെ ചരിത്രവും പരശുരാമന്റെ അവതാരവും തമ്മിൽ 12 ലക്ഷത്തിൽ പരം വർഷങ്ങളുടെ അന്തരമുണ്ടെന്ന വസ്തുത നിലനിൽക്കെ പരശുരാമന്റെ അക്കൗണ്ടിൽ ശബരിമലയിൽ ആധിപത്യമുറപ്പിക്കാനുള്ള തന്ത്രി കുടുംബത്തിന്റെ ഉഡായിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വിരോധാഭാസം. മലയാള ദേശത്തേക്കുള്ള യാത്രാമധ്യേ അയ്യപ്പൻ പരശുരാമനെ കണ്ടുമുട്ടുന്നതായും അവർ തമ്മിൽ ലോകനന്മയെ മുൻനിർത്തി കുറെ സംസാരിക്കുന്നതായും കുറിച്ചിട്ടുണ്ട്. കൃതയുഗത്തിൽ ഹരിഹരസുതനായി പിറന്ന അയ്യപ്പനും ത്രേതായുഗത്തിന്റെ മധ്യത്തോടെ ജനിച്ച പരശുരാമനും തമ്മിൽ കണ്ടുമുട്ടി എന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത കാര്യമാണ് എന്ന് ശ്രീജിത്ത് പെരുമന പറയുന്നു. കാരണം രണ്ടും തമ്മിൽ 1,29,06,000 വർഷത്തിന്റെ അന്തരമുണ്ട്. അതായത് 4 യുഗങ്ങളെ ഹൈന്ദവീയർ വിശ്വസിക്കുന്നു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണവ. ഇതിൽ കൃതയുഗം 4800 ദേവവർഷമാണ്. ഒരു ദേവവർഷം 360 മനുഷ്യവർഷമാണ്. അതായത് 4800 × 360 1,73,08,000 മനുഷ്യവർഷം. കൃതായുഗത്തിൽ മഹാവിഷ്ണുവിന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നീ 4 അവതാരങ്ങൾ. ഇതിൽ പാലാഴി മഥനത്തിൽ കടകോലായി ഉപയോഗിച്ച് മന്ദരപർവ്വതം താഴ്ന്നു പോകാതിരിക്കാൻ ആമയായി അവതരിച്ചതാണ് കൂർമാവതാരം. ഈ 2ാമത്തെ അവതാരത്തോടുകൂടി കൃതയുഗത്തിന്റെ നേർപകുതി കഴിഞ്ഞതായി കണക്കാക്കാം. ഈ സന്ദർഭത്തിലാണ് വിഷ്ണു മോഹിനിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിലാണ് അയ്യപ്പന്റെ ജനനമെന്ന് അനുമാനിക്കാം. അതായത് 2400 ദേവവർഷാവസാന കാലത്ത്
ത്രേതായുഗത്തിന്റെ ദൈർഘ്യം 3600 ദേവവർഷമാണ്. ഈ കാലയളവിൽ വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ തുടങ്ങിയ 3 അവതാരങ്ങളാണ് കടന്നുപോകുന്നത്. ഇതിൽ രണ്ടാമത്തേതായ പരശുരാമാവതാരം നടക്കുന്നത് ത്രേതായുഗത്തിലെ 1200 ദേവവർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് അതിനോടകം 2400 + 1200 3600 ദേവവർഷങ്ങളുടെ അന്തരമാണ് വന്നിരിക്കുന്നത്. അതായത് 1,29,06,000 മനുഷ്യവർഷങ്ങൾ. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ബുദ്ധമതം കേരളത്തിലെ ഒരു പ്രബല മതമായിരുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ AD 970 പരശുരാമൻ കേരളത്തെ ആക്രമിക്കുന്നതുവരെ ബുദ്ധമതത്തിനായിരുന്നു കേരളീയ സമൂഹത്തിൽ സർവ്വസ്വീകാര്യത. അശോകന്റെ കാലഘട്ടമായ BC 3-ാം ശതകത്തിൽ തന്നെ ബുദ്ധമതം കേരളത്തിലെത്തിയിരുന്നു. അക്കാലത്ത് വിരചിതമായ സംഘകൃതികളിൽ ബുദ്ധമത പ്രചാരണത്തിനായി ബുദ്ധമത ഭിക്ഷുക്കൾ സഹിച്ച ത്യാഗങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ച് വിവരിക്കുന്നുണ്ട്. ബുദ്ധമത തത്വങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നതിനാൽ മണിമേഖല തികച്ചും ഒരു ബൗദ്ധകാവ്യമാണ്. കേരളത്തിലെ ഒരു പള്ളിബാണ പെരുമാൾ സിംഹാസനം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചതായി ഐതിഹ്യമുണ്ട്. കോട്ടയത്തെ കിളിരൂർ ക്ഷേത്രം, കുട്ടനാട്ടിലെ നിലമ്പേരൂർ ക്ഷേത്രം, തൃശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, പരുശ്ശേരി ദുർഗാക്ഷേത്രം, ശ്രീമൂലവാസ ക്ഷേത്രം എന്നിവയെല്ലാം ഒരു കാലത്തെ ബുദ്ധ ദേവാലയങ്ങളായിരുന്നു. മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്ക്, പരുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ബുദ്ധന്റെ പ്രതിമകൾ കണ്ടെടുക്കുകയുമുണ്ടായി. അമരകോശം എന്ന സംസ്കൃത കോശത്തിന്റെ കർത്താവായ അമരസിംഹൻ ഒരു ബുദ്ധമതക്കാരനായിരുന്നു. ഇങ്ങനെ പാണ്ഡ്യനാടിന്റെ പടിഞ്ഞാറേ അതിരും ദക്ഷിണ കേരളത്തിന്റെ കിഴക്കേ അതിരുമായ സഹ്യപർവ്വത നിരകൾ ഉൾപ്പെടെയുള്ള 8 മല, അഞ്ജനമല, ഗോവർദ്ധനമല, യമകൂടമല, വിന്ധ്യമല, കാഞ്ചിമല, ക്രൗഞ്ചമല, ത്രികൂടമല, ഈ മലകളിൽ ബുദ്ധമത പ്രചാരകരായ ഭിക്ഷുക്കൾ ധാരാളമായി പാർത്തിരുന്നുവെന്ന് തിരുവിളയാടൽ തുടങ്ങിയ തമിഴ് പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൽ ക്രൗഞ്ചമല ഒരു കാലത്തെ പ്രശസ്ത ബുദ്ധദേവാലയമായ പഴനിമലയാണ്. എന്നാൽ കാഞ്ചിമല ശബരിമലയിലെ പൊന്നമ്പലമേടും. ഇക്കാര്യം അടിവരയിട്ട് പറയുന്നത് തിരുവാങ്ങാട് കൃഷ്ണക്കുറുപ്പിന്റെ കേരള ചരിത്രം പരശുരാമനിലൂടെ എന്ന ഗ്രന്ഥത്തിലാണ്. ചുരുക്കത്തിൽ ശാസ്താവ് അഥവാ അയ്യപ്പൻ ഹിന്ദു ദേവനാക്കപ്പെട്ട ബുദ്ധനാണെന്നും ശബരിമലയിൽ ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ബുദ്ധമത ആചാരങ്ങളാണ് പ്രകടമായി നിൽക്കുന്നത് എന്നുമുള്ള അഭിപ്രായമാണ് പ്രമുഖ ചരിത്ര പണ്ഡിതനായ A. ശ്രീധരമേനോന്, കേരള ചരിത്രം എഴുതിയ ശ്രീധരമേനോൻ, അദ്ദേഹത്തിന് ഉള്ളത്. പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ഏതാനും വസ്തുതകളിലൂടെയാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. ഒന്നാമതായി, ശബരിമലയ്ക്ക് പോകുവാൻ 2 മാസക്കാലം വ്രതം നോക്കുന്നത് തന്നെയാണ് ആദ്യത്തെ ബുദ്ധമത സാദൃശ്യം. വ്രതക്കാലത്ത് ഭക്തൻ സസ്യാഹാരിയായും വിഷയവൈമുഖ്യവും അക്രമരാഹിത്യവും മറ്റും സ്വീകരിച്ച് സ്വാത്വികനാകുന്നത് ബുദ്ധ സൈദ്ധാന്തികതയിലെ അഹിംസാ തത്വമാണ് അനുസ്മരിക്കപ്പെടുന്നത്. അതുപോലെ ശരണമയ്യപ്പ എന്ന ഭക്തന്റെ വിളി ബുദ്ധമതത്തിലെ ശരണത്രയത്തോട് സാമ്യം പുലർത്തുന്നു. ബുദ്ധ സന്യാസികൾ പ്രാർത്ഥനയ്ക്കായി തെരഞ്ഞെടുക്കുന്നത് നഗരത്തിലെ ബഹളങ്ങളിൽ നിന്നുമെല്ലാം അകന്ന് സ്വച്ഛന്തമായ സ്ഥലത്താണ്. അതുപോലെ തന്നെയാണ് കാടിനുള്ളിലെ ശാന്തമായ സ്ഥലമാണ് ശബരിമല. കൂടാതെ അയ്യപ്പന്റെ വിഗ്രഹത്തിനും ബുദ്ധന്റെ വിഗ്രഹത്തിനും തമ്മിൽ ഇരുപ്പിലും രൂപത്തിലും സാമ്യമുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. ശാസ്താവ് എന്നത് ബുദ്ധന്റെ പര്യായ ശബ്ദമാണെന്നും ധർമ്മശാസ്താവ് എന്ന് സംബോധന ചെയ്യുമ്പോൾ ധർമ്മം ശരണം ഗച്ഛാമി എന്ന ബുദ്ധമത മന്ത്രത്തിന്റെ രൂപാന്തരീകരണമാണെന്നും പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. ഇതിലേതു പുരാണത്തിലാണ് പന്തളം രാജാവും താഴമൻ കുടുംബവും പിന്നെ അയ്യപ്പനും തമ്മിലുള്ള കുടുംബത്തിന്റെ അടുപ്പത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് പരശുരാമൻ ശബരിമല അയ്യപ്പന്റെ കസ്റ്റഡി താഴമൻ ബ്രാഹ്മണ സവർണർക്ക് തീറെഴുതി കൊടുത്തതിന്റെ കഥകളുള്ളത്? ശരാശരി 250 കോടി രൂപ സീസണൽ വരുമാനമുള്ള ഒരു വൻ ഭക്തി വ്യവസായ കേന്ദ്രമാണ് ഇന്നത്തെ നവീകരിച്ച ശബരിമല. നയനാഭിരാമമായ കാടും മലയും പുഴകളുടെയും മധ്യത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 1535 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല മണ്ഡലമാസക്കാലമാകുമ്പോൾ ഏകദേശം 5 കോടി ജനങ്ങളെയാണ് ആകർഷിക്കുന്നത്. ഈ ഒരു സവിശേഷത മൂലം ഭക്തരുടെ ആധ്യാത്മിക ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വൻ റാക്കറ്റ് ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ശബരിമലയുടെ ചരിത്രവും സാംസ്കാരികവുമായ പൈതൃക മൂല്യത്തെ കളങ്കപ്പെടുത്തുവാനും തദ്വാര അളവറ്റ ധനശേഖരം കൊള്ളയടിക്കുവാനും ചിലർ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ഭാവനകൾ മെനഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ ശബരിമല യുഗങ്ങളോളം നിഗൂഢമായ ആധ്യാത്മികതയുടെ ഈറ്റില്ലമായി തുടർന്നു. ഇന്നിപ്പോൾ ശാസ്ത്രം ഹൈടെക്കായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തിനും ഏതിനും ശാസ്ത്രീയ അടിത്തറ കൂടിയേ തീരൂ. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയെ ചുറ്റിപ്പറ്റിയും അനവധി പഠനങ്ങളും പര്യവേഷണങ്ങളും നടന്നു.
തുടർന്ന് അന്ധവിശ്വാസികളെയും ചൂഷകരെയും ഒന്നടങ്കം ഞെട്ടിച്ച് പല ശാസ്ത്രീയ ചരിത്ര സത്യങ്ങളും പൊതുസമൂഹത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് വിജ്ഞാനിയായ എല്ലാ ഭക്തർക്കും അറിയാം, തങ്ങൾ ഭക്തിപുരസരം ചെന്നെത്തിയിരിക്കുന്നത് മൺമറഞ്ഞുപോയ ഒരു കാലത്തെ ജനതയുടെ മൂല്യാധിഷ്ഠിത ഭക്തി സംസ്കാരത്തിന്റെ ചരിത്രപരമായ തിരുശേഷിപ്പുകളിലാണെന്ന്. ചരിത്രാതീത കാലം മുതൽക്കേ അപരിഷ്കൃതരും അജ്ഞരുമായ മനുഷ്യ സമൂഹം തങ്ങളെ ഭീതിപ്പെടുത്തുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും അതുപോലെ ആദരണീയരായ വ്യക്തികളെയും ആരാധിച്ചിരുന്നു. ഈ ആരാധനാ പ്രവണതയാണ് പച്ചയായ മനുഷ്യരെ മഹത്വവൽക്കരിച്ചും വിശുദ്ധവൽക്കരിച്ചും ദൈവിക സ്ഥാനത്തേക്ക് ഉയർത്തിയത്. ദൈവങ്ങളുടെ അനിഷേധ്യമായ അസ്തിത്വത്തിന് ഐതിഹ്യങ്ങളുടെ പിൻബലം കൂടിയേ തീരൂ. അങ്ങനെ ഭാവനാധനനായ മനുഷ്യർ അമ്പരപ്പിക്കുന്ന ഐതിഹ്യങ്ങളും കെട്ടുകഥകളും മെനഞ്ഞെടുത്ത് തലമുറകൾ തോറും കൈമാറി. ഒരു തലമുറയിൽ നിന്നും പുതിയൊരു തലമുറയിലേക്ക് കൈമാറുമ്പോൾ തങ്ങളുടേതായ പൊടിപ്പും തൊങ്ങലും പർവ്വതീകരണവും അതിഭാവുകത്വവും അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെയുണ്ടാകുന്ന അയുക്തികരമായ ഐതിഹ്യ വികാരങ്ങളാണ് പലപ്പോഴും ചരിത്ര വികാസനത്തിനും ശാസ്ത്രീയ കണ്ടെത്തലുകൾക്കും വിഘാതം സൃഷ്ടിച്ചത്. പക്ഷെ കാലം അതെല്ലാം ഒരിക്കൽ പൊളിച്ചെഴുതും. ആ അനിവാര്യതയുടെ സങ്കീർണമായ കഥയാണ് ശബരിമലയ്ക്ക് പറയുവാനുള്ളത്. ശബരിമലയിലെ വിവിധ ഐതിഹ്യ സംഭവ വിവരണങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചു കാണുന്ന പൊരുത്തക്കേടുകൾ ഐതിഹ്യത്തിന്റെ വിശ്വാസ്യതയെയാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. ഐതിഹ്യങ്ങൾ അതേപടി ശരിയാകണമെന്നില്ല, ശരിയായവയെല്ലാം ഐതിഹ്യങ്ങളുമാകണമെന്നില്ല. കെട്ടുകഥകളിലെയും ഐതിഹ്യങ്ങളിലെയും യുക്തിവിശകലനം ഒരു പാഴ്വേലയാണെങ്കിലും ചൂഷണത്തിന് ഐതിഹ്യത്തെ മറയാക്കുന്ന ദുഷ്ടലാക്കിനെ ഉന്മൂലനം ചെയ്യാൻ പ്രബുദ്ധവൽക്കരണാർത്ഥം യുക്തിവിശകലനം നടത്തിയാൽ അതിൽ അപാകതയുണ്ടെന്ന് തോന്നുന്നില്ല. ശബരിമല അശുദ്ധമാക്കാൻ പ്ലാനുകൾ ഉണ്ടാക്കി കാത്തിരിക്കുന്നവർക്ക് ഓശാന പാടുകയും വിശ്വാസത്തെയും വിശ്വാസികളെയും നിയമവ്യവസ്ഥിതിയെയും എന്തിനേറെ അയ്യപ്പനെയും വെല്ലുവിളിച്ച് ശബരിമല താഴിട്ട് പൂട്ടുകയും ചെയ്ത് അരിയം തിന്ന് ആശാരിച്ചയും കടിച്ച ശേഷം പരശുരാമന്റെ കെയർ ഓഫിൽ തന്ത്രി പ്രമാണി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ അയ്യപ്പന്റെയും ഭക്തരുടെയും അസ്തിത്വത്തെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ഇത് യഥാർത്ഥ വിശ്വാസ സമൂഹം തിരിച്ചറിയാൻ ഇനിയും വൈകിയാൽ അയ്യപ്പസ്വാമിയെ തന്നെ കൊള്ളയടിക്കും ഇവിറ്റകൾ എന്നതിൽ സംശയമില്ല എന്നുള്ളതാണ് ശ്രീജിത്ത് പെരുമനയുടെ പോസ്റ്റ്. ഇത് വളരെ അർത്ഥവത്താണെന്ന് തോന്നിയതിനാൽ തന്നെ ആ പോസ്റ്റ് മുഴുവനായി തന്നെ ചരിത്രഭൂമികയിൽ പങ്കുവച്ചതാണ്. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.